അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഫുള്ള് കാഴ്ചകൾ. നമ്മൾ റോട്ടിൽ അറുതി നമുക്ക് കോടമഞ്ഞും, നമ്മൾ കോടമഞ്ഞിൻ്റെ ഉള്ളിലൂടെ പോകാൻ എൻ്റെ ഡ്രീമൊക്കെ ആയിരുന്നു അത്. കാരണം കോടമഞ്ഞ് തന്നെ നമ്മളിങ്ങനെ അധികം കണ്ടിട്ടില്ലല്ലോ നമ്മുടെ ഏരിയയിലൊന്നും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാൾപ്പാറ ടൗണിലെത്തി. ആദ്യം ഞങ്ങൾ കൂളാങ്കൽ റിവർ ആ ഭാഗത്തോട്ട് പോകാമെന്നായിരുന്നു പ്ലാന്. അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പോയി. അതിന് വേണ്ടി ഞങ്ങൾ ആ സ്ഥലം കണ്ടെത്തി, ഗൂഗിൾ മാപ്പൊക്കെ അടിച്ച് ഞങ്ങളങ്ങനെ പോയി. ഞങ്ങൾ ആ സ്ഥലത്തെത്തി. ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ലാസ്റ്റ് നമ്മൾക്ക് ഇറങ്ങണം, നനയണം, അങ്ങനെ യാതൊരു പ്ലാനും ഇല്ല. കാരണം നല്ല മഴയാണ്, തണുപ്പാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഐഡിയ തന്നെ ഇല്ല. കൂലാങ്കൽ റിവറിലേക്ക് പോകുന്ന കാഴ്ചയാണിത്. അപ്പുറത്ത് ഭയങ്കര നമ്മുടെ ടീ ഗാർഡനും കാര്യങ്ങളും, അതിൻ്റെ നടുക്കിൽ കൂടി നല്ല ഒഴുക്കുള്ള, ആഴം പൊതുവേ കുറവാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല ഒഴുക്കുണ്ട്, അടിയൊഴുക്കുള്ള ഒരു റിവറാണത്. നല്ല രസമുള്ള, ഇപ്പം മഴ ആയതുകൊണ്ട് ഭയങ്കര കലങ്ങിയ വെള്ളമാണ് വരുന്നത്, അല്ലെങ്കിൽ ഭയങ്കര തെളിഞ്ഞ വെള്ളമാണ് പറഞ്ഞു. പിന്നെ അവിടെയുള്ള കുറേ പേര് ഇതിൻ്റെ കല്ലുകൾ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് ഞങ്ങൾ എല്ലാതും എടുത്തിട്ട്, നല്ല നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഞങ്ങൾ അടുത്തതൊരു വ്യൂ പോയിൻ്റ് കാണാനാണ് പോയത്. അത് ടീ എസ്റ്റേറ്റ് ആണ് ഫുള്ള്. നമ്മൾ എൻട്രൻസ് കയറി പിന്നെ ഫുൾ ടീ എസ്റ്റേറ്റ്, ടീ ഫാക്ടറി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോണു. റോഡ് കുറച്ച് മോശമാണ്, കാരണം ഭയങ്കര കുണ്ടും കുഴിയും, പിന്നെ ചെറിയ റോഡാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിലൂടെ പോകുമ്പോഴും കുറേ നദികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ കണ്ടിരുന്നു. അപ്പം കണ്ടു, റോഡ് ഭയങ്കര മോശമാണ്. നമ്മൾ ബൈക്കിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, കാറിലൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ടീ ഫാക്ടറി. ഇവിടുന്ന് ഞങ്ങൾ നേരെ, പിന്നെ മഴ പെയ്തപ്പോൾ ഞങ്ങൾ കോട്ടിടാൻ വേണ്ടിയിട്ടാക്കി. പക്ഷെ ഞങ്ങൾ ആ വ്യൂ പോയിൻ്റ് കാണാൻ പോയില്ല, കാരണം അവിടെ ഭയങ്കര അവിടെ എത്തിയപ്പോൾ നല്ല മഴയും തിരക്കും ഒക്കെ ആയപ്പോൾ ഞങ്ങളും വിചാരിച്ച് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എന്തായാലും പോകണ്ടാന്ന്. പിന്നെ ഞങ്ങൾ പോയ വഴി തന്നെയുള്ള അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കുറേ വീഡിയോ, പിന്നെ കുറച്ച് ആസ്വദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഒരു ഹോട്ടലിൽ. ഇവിടെ ബിരിയാണിക്കൊക്കെ നമ്മുടെ നാട്ടിലത്തെ അതേ റേറ്റിന് 130 രൂപയാണ്, പക്ഷെ ടേസ്റ്റ് വലിയ സുഖമില്ല. അപ്പം അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ടേസ്റ്റ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ടേസ്റ്റ് വളരെ കുറവാണ്. പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി. ചേട്ടാ 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ഫുഡ് കഴിച്ച് ഇറങ്ങി അവിടെ ഫുൾ ചോക്ലേറ്റ് ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മലക്കപ്പാറ ആതിരപ്പള്ളി റൂട്ട് ഫോറസ്റ്റ് വഴി ഇറങ്ങാമെന്ന് വിചാരിച്ച്, കാരണം അതും കൂടി എക്സ്പ്ലോർ ചെയ്യാമല്ലോ. പിന്നെ മെയിൻ ലക്ഷ്യം ആനനെ കാണാൻ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതുണ്ടായിരിക്കും. ബായ്.